ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഉപദേശക സമിതി രൂപീകരണത്തിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പുതിയ ബൈലോ ഗസ്റ്റ് വിജ്ഞാപനം ചെയ്ത റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് PG അജിത് കുമാറും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ വിവിധ ഉപദേശക സമിതികളിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളും തിരിമറികളും പ്രവർത്തന പിഴവുകളും സംബന്ധിച്ച അനവധി ഹർജികൾ സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഈ ഉത്തരവ്. സമിതികളുടെ സാമ്പത്തിക തിരിമറികളും രാഷ്ട്രീയ ഇടപെടലുകളും ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ വഴിയൊരുക്കും. ഹൈക്കോടതി നിരീക്ഷണങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ചില ഉപദേശക സമിതികൾ ഭീമമായ തുക ഭാരവാഹികളുടെ സ്വകാര്യ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചു. കൃത്യമായ കണക്കുകളോ ഓഡിറ്റിംഗോ നടക്കുന്നില്ല. ഭക്തരിൽ നിന്ന് ഉപദേശക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനും പ്രവർത്തനത്തിനും കൃത്യമായ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെയില്ല. മേൽക്കാരണങ്ങൾ കൊണ്ട് സമിതികളുടെ ക്രമക്കേടുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. ഉപദേശക സമിതിയെ സമവായത്തിൽ തിരഞ്ഞെടുക്കണം. സാധിച്ചില്ല എങ്കിൽ നറുക്കെടുപ്പ് ആകാം. ദേവസ്വം ഓഫീസറാണ് ഇനി മുതൽ സമിതിയുടെ ട്രഷറർ ആകുക. സമിതി കാലാവധി 2 വർഷമാണ്. ഭാരവാഹിത്വം 1 വർഷം മാത്രമാണ്. സമിതി ഭാരവാഹിത്വ അംഗത്വം പരമാവധി 2 വട്ടമാണ്. കാലാവധി ഏതെങ്കിലും സാഹചര്യത്തിൽ നീട്ടേണ്ടി വന്നാൽ 1 വർഷം മാത്രമാകും. സമിതിയെ സ്ഥിരമായി ഒഴിവാക്കേണ്ടി വന്നാൽ ഹൈക്കോടതിയുടെ അനുമതി വാങ്ങണം എന്നും നിർദ്ദേശത്തിലുണ്ട്. സമിതിയിലെ ഭാരവാഹികൾ പരമാവധി അംഗസംഖ്യ 9 ആണ്. ചുറ്റാനിക്കര, തൃപ്പൂണിത്തറ, എറണാകുളം, വടക്കുംനാഥൻ, കൊടുങ്ങല്ലൂർ, തിരുവല്ലാമല എന്നീ ക്ഷേത്രങ്ങളിൽ 16 വരെ ആകാം. സമിതികളുടെ എല്ലാ രശീതുകളിലും കൂപ്പണുകളിലും ലെറ്റർ ഹെഡുകളിലും ദേവസ്വം അനുവദിച്ച രജിസ്റ്റർ നമ്പർ ഉണ്ടാകണം. സമിതിയുടെ പേരിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മാത്രമേ പാടുകയുള്ളൂ. കൊച്ചി ഹൈക്കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശം പ്രാബല്യത്തിൽ വരുമ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളിൽ രാഷ്ട്രീയ ഇടപെടൽ അത്ര എളുപ്പമാകില്ല. നിലവിൽ പ്രമുഖ ക്ഷേത്ര സമിതി അംഗങ്ങളെ ദേവസ്വം ബോർഡ് നാമനിർദ്ദേശം ചെയ്യുകയാണ്. CPM പ്രാദേശിക ഭാരവാഹികളും നേതാക്കളുടെ ബന്ധുക്കളും നിരവധി സമിതികളിൽ ഇങ്ങനെ അംഗമായിട്ടുണ്ട്. തിരുവല്ലാമല, കൊടുങ്ങല്ലൂർ, തൃപ്രയാർ, തൃപ്പൂണിത്തറ, വടക്കുംനാഥൻ, ചോറ്റാനിക്കര, ഊരകം, അമ്മ തിരുവടി, അങ്കമാലി, പുതിയേടം, തൃശൂർ, പൂങ്കുന്നം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ സമിതി അംഗങ്ങളായും ഭാരവാഹികളായും പാർട്ടി ഭാരവാഹികൾ ഉണ്ട്. പുതിയ മാർഗനിർദ്ദേശപ്രകാരം പൊതുയോഗത്തിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം. തർക്കമുണ്ട് എങ്കിൽ നറുക്കെടുത്ത് നിശ്ചയിച്ച് ബോർഡിന്റെ അംഗീകാരം വാങ്ങുകയും വേണം. നാമനിർദ്ദേശത്തിന് വകുപ്പില്ല. ഉപദേശക സമിതി ട്രഷറർ ദേവസ്വം ഉദ്യോഗസ്ഥരാകുമ്പോൾ സമിതികൾക്ക് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകും. നിലവിൽ പല സമിതികളും വൻ തുകകൾ പോലും കൈകാര്യം ചെയ്യുന്നത് നിരുത്തരവാദപരമായാണ്. പള്ളുരുത്തി അഴകിയകാവ് ക്ഷേത്ര സമിതി 10 വർഷം മുമ്പ് മരം വാങ്ങിയ വകയിൽ കൊടുക്കാനുള്ളത് 1/4 കോടി രൂപയാണ്. ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെയും മറ്റും പേര് പറഞ്ഞ് സമിതികൾ വർഷങ്ങളോളം തുടരുന്നതും ഇതോടുകൂടി ഒഴിവാകും. 2 വർഷ കാലയളവിന് ശേഷം ഇനി 1 വർഷത്തേക്ക് കൂടിയേ പരമാവധി ദീർഘിക്കാൻ ബോർഡിന് അനുവാദമുണ്ടാകുകയുള്ളൂ. ഭാരവാഹിത്വം വഹിച്ചവർ അടുത്ത കമ്മിറ്റിയിൽ പദവിയിൽ തുടരാനാകില്ല. 2 വട്ടത്തിൽ ഏറെ സമിതി അംഗത്വവും പാടില്ല. പ്രധാനപ്പെട്ട 7 ക്ഷേത്രങ്ങൾ ഒഴികെ മറ്റെല്ലായിടത്തും 9 അംഗ പരിധി വരുന്നതോടെ ജംബോ സമിതികളും ഇതോടുകൂടി ഇല്ലാതാകും.